ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. ബീഫ് റെസിപ്പി എൻ്റെ അമ്മയുടെ വകയാണ്. അമ്മയുടെ വക എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ്. ബീഫ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്ത് വേണമെങ്കിലും പറയാം. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുമോ അങ്ങനെയൊക്കെ പറയാം അതിന്. അപ്പോൾ ഇന്ന് അമ്മച്ചിയുടെ സ്പെഷ്യലാണത്. അമ്മച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ സ്ഥിരം അങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി ബീഫ് കറിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കിടക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വറുത്ത് ഈ തേങ്ങാക്കൊത്ത് മാറ്റി വെക്കും. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിയമ്മ. അപ്പോൾ അമ്മ തേങ്ങാക്കൊത്ത് വറുക്കുവാണ്. അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി ഉപ്പിടാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലേക്കൊരു തുള്ളി കേട്ടെ, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും അപ്പോഴത്തേക്ക് ആ തേങ്ങാക്കൊത്തിലൊരു ലേശം ഉപ്പ് പിടിക്കട്ടെ. അങ്ങനെ അത് വറുത്തെടുക്കുന്നുണ്ട്. ഇസാക്ക് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഹളമാണ്. ഞാനും അമ്മയും ഇസാക്കും മാത്രമാണ് ഉള്ളത്. ഇസാക്കിന് ആരുടെയും കൈ കൊടുക്കാനായിട്ട് ആരുമില്ല. ഹസ്ബൻഡ് ജോലിക്ക് പോയി, അച്ഛനും ജോലിക്ക് പോയി. അപ്പോൾ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇസാക്കിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അവൻ ഭയങ്കര ബഹളമാണ്, പതിവില്ലാത്തൊരു ബഹളമാണ്. അപ്പോൾ ഞങ്ങൾ അവനെ അടുക്കളയിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്ത ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ കിഴങ്ങ് സ്ലൈസായിട്ട് അരിഞ്ഞ കിഴങ്ങാണ് ഇടുന്നത്. ചെറുതാക്കി അരിഞ്ഞ് അതും എണ്ണയിൽ ഈ തേങ്ങ വറുത്തെടുത്ത പോലെ തന്നെ കിഴങ്ങും വറുത്ത് എടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പം വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ചെറിയ സ്ലൈസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വറുത്ത് ചേർക്കുവാണ്. ഇപ്പോൾ കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇപ്പം നമ്മൾ അതിനകത്തേക്ക് മാറ്റി വെക്കുവാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലൊക്കെ എന്തിടുമോ? സവോളയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കുക്കറും ഉണ്ട്. കുക്കറിൽ ഇസാക്കിനുള്ള ഇറച്ചി ഇസാക്കിന് ഇതുപോലെ വേവിച്ച് കൊടുത്താലൊന്നും ഇസാക്ക് കഴിക്കട്ടെ. ഇസാക്കിന് നന്നായിട്ട് വെന്താലാണ് കഴിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. സവോളയും പച്ചമുളകും ഉള്ളിയും ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇറച്ചിയേ ഉള്ളൂ കേട്ടോ. ചെറിയ പാത്രത്തിലാണ് ഈ ഇറച്ചി ഇരിക്കുന്നത്. ഇന്നലെ നമ്മൾ സൺഡേ എടുത്തതിന്റെ ബാക്കിയാണിത്. ഇത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ മൂത്ത് പോകാൻ പാടില്ല, അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ലെവലാക്കിയാണ്. ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഈ സവോളയും ഇതൊന്നും ശരിക്കും വാടണ്ട കേട്ടോ. അതൊക്കെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മുളക് പൊടി ഒന്ന് ആ വെള്ളത്തിലാണ് അത് മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തന്നെ പൊടിച്ചു വെച്ച മസാലക്കൂട്ടല്ലേ അമ്മ?
മസാല കൂട്ടിട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ചാണ് കേട്ടോ നമ്മളിപ്പോഴും അങ്ങനെ എന്താണ് അമ്മച്ചി ഒരു ഹായ് പറഞ്ഞമ്മ. ഹായ്. നെക്സ്റ്റ് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എന്തുമാത്രം ചേർത്ത്? എത്ര സ്പൂൺ ചേർത്തായിരുന്നു? 2. സോറി. ഈ മുളക് മഞ്ഞൾ പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും തുമ്മൽ വരും. ഇസാക്കും തുമ്മിയിട്ടുണ്ട് ഇവിടെ. ഇനി ആ ഇറച്ചി നമ്മൾ കഴുകി വെച്ച ഇറച്ചിയാണ് വാരി അതിനകത്തൊട്ടിടും. നമ്മൾ കുക്കറിലൊന്നും അങ്ങനെ വേവിക്കത്തില്ല കേട്ടോ. ഇറച്ചി ഈ ചട്ടിയിൽ തന്നെ കിടന്ന് എന്താണ് നന്നായിട്ട് വേവിക്കും. എന്താണ് എടുക്കുന്നത് കാര്യം, ഈ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ആ പാടിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് ഒട്ടും സമയമില്ലെങ്കിൽ മാത്രമേ നമ്മൾ കുക്കറിൽ അങ്ങനെ വേവിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടപ്പേര് തന്നെ കിടന്ന് ഇറച്ചി വെന്താണ് എപ്പോഴും എടുക്കുന്നത്. അമ്മച്ചി എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മച്ചിയുടെ സ്പെഷ്യൽ ഇറച്ചിക്കറിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കെന്നല്ല, ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയാണ്. ഇസാക്കിന്റെ ഇറച്ചിയാണ് കേട്ടോ. ഇസാക്കിന്റെ ബീഫ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസാക്ക് കുക്കറിലേ വേവിക്കത്തുള്ളൂ. ഞങ്ങൾ മാത്രമാണ് ഇങ്ങനെ. ഇസാക്കിന് കുക്കറിൽ ശരിക്കും വേവിച്ച് കൊടുക്കത്തുള്ളൂ. മല്ലിപ്പൊടി ചേർക്കത്തില്ലേ അമ്മ? മല്ലിപ്പൊടി ചേർക്കത്തില്ലെന്നാണ് അമ്മച്ചി പറയുന്നത്. ഇങ്ങനെ വേവിക്കുന്നതിലൊരു പ്രശ്നം വെച്ചാൽ ഒത്തിരി ടൈം എടുക്കും. ഇറച്ചി വെന്ത് വരണ്ടേ. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേകും. ഇത് ഒത്തിരി ടൈം എടുത്തിട്ടാണ് വേകുന്നത്. പക്ഷെ ടേസ്റ്റ് ഇതാണ്. ഞങ്ങൾക്ക് കുക്കറിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ നടന്നു തന്നെ വേകുന്ന ഇതാണ്. നമ്മൾ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനിയും വെള്ളം ഒഴിക്കും. ഇറച്ചി വേകണം. കുറച്ച് വെള്ളം ഒഴിച്ചു. ആദ്യം ഒന്ന് സെറ്റായിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. വെള്ളം പറ്റുമ്പോൾ ഇറച്ചി വേകുന്നു. അമ്മച്ചി തന്നെ പറഞ്ഞു. അത്രയും വെള്ളം വെക്കാൻ ആ വെള്ളം പറ്റുമ്പോൾ ഇറച്ചി വേകും. നമുക്കൊരു കണക്കുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ഇറച്ചി ഉള്ളു കേട്ടോ. അത് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെള്ളം പറ്റി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇറച്ചി വേവുള്ളൂ. ഇതാണ് അമ്മച്ചിയുടെ ഒരു കണക്കാണിത്. ഇത്രയും വെള്ളത്തിന് ആ ഇറച്ചി വേവും എന്നാണ് അമ്മയുടെ കണക്ക്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. നമ്മളതിന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ വേകട്ടെ. വേകാൻ ഏകദേശം എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. വേകട്ടെ. നമ്മള് തുറന്നു. ഇത്രയും ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ടൊമാറ്റോ സോസാണ്. കുറച്ച് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളൊരു ഇറച്ചി എടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു. ഇനി ഇത്രയും വെള്ളം കൂടെ പറ്റുമ്പോഴത്തേക്കും ആകും. ഇത്രയും വെള്ളം നമ്മൾ പറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും പിന്നെ എല്ലാവരും കിഴങ്ങ് വറുത്ത് വെച്ച രണ്ടും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റാണിത് ഫൈനൽ ടച്ചാണ്. നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ചൂടായിട്ട് ഇത് വിളമ്പി. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അമ്മച്ചി സ്പെഷ്യൽ ഇറച്ചിക്കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറാണ്, നല്ല റെസിപ്പിയാണ്. താങ്ക് യു.